الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم اقترب للناس حسابهم وهم في غفلة معرضون ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون لاهية قلوبهم وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് തുറന്ന കണ്ണും മനസ്സും എപ്പോഴും നിലനിർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാം. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ ഈ സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ ഒക്കെ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ വിശ്വാസികളായ നമ്മൾ അള്ളാഹും നമ്മളും തമ്മിലുള്ള ഈ ബന്ധത്തിലുള്ള ഒരു സാഹചര്യം, കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ റജബ് മാസത്തിന്റെ ഒരു സാഹചര്യമുണ്ട്. നമ്മളും റജബുമായി ബന്ധപ്പെട്ട ഇസ്രാ, മിഅ്റാജ്, അതിൽ കൂടി അള്ളാഹു നിശ്ചയിച്ച നമസ്കാരം, അള്ളാഹുവിന്റെ മുഅ്ജിസത്ത്, അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു നൽകിയ ആദരവ്, ഇതൊക്കെ ചരിത്രത്തിൽ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതി കുട്ടികൾക്ക് പാസ്സാകാൻ മാത്രമുള്ളതല്ല, പഠിക്കണം കുട്ടികൾ. പക്ഷെ നമ്മളെ ജീവിതവുമായി ഇതിനൊക്കെ നമ്മൾ ബന്ധിപ്പിക്കണം. ഞാൻ എന്നാണ് ഇപ്പൊ വെള്ളിയാഴ്ച, കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. എല്ലാ ദിവസത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണമല്ലോ. നമ്മുടെ ഭൗതിക ജീവിതത്തിലുള്ള പല വിശേഷ ദിവസങ്ങളും നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ഒരുക്കം നടത്തുന്ന പോലെ വെള്ളിയാഴ്ചകൾ, അതുപോലെ മാസവും ദിവസവും സമയങ്ങളൊക്കെ ആ സാഹചര്യം നോക്കി ഉപയോഗപ്പെടുത്തുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. റജബ് കഴിഞ്ഞാൽ ശഅബാനിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത്. ഒരു മാസം പലർക്കും ഇതേത് ഹിജറ മാസമാണ്, ഹിജറ വർഷമാണ് എന്ന് പോലും, കാരണം സാധാരണ നമ്മൾ ഉപയോഗിക്കല്
ഒരു ക്രിസ്തു വർഷത്തിന്റെ കണക്കാണ് 2025, 24. അത് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളും നമ്മുടെ തൊഴിലും നമ്മുടെ മറ്റു ജീവിതവുമായി ബന്ധപ്പെട്ട് അതാണ് ജനുവരി 30, 31, ഫെബ്രുവരി നമ്മൾ കണക്കാക്കാറുള്ളത്. പക്ഷെ വിശ്വാസി അതിന്റെ അപ്പുറത്ത് അവന്റെ ഇബാദത്തുമായും അവന്റെ ജീവിതവുമായിട്ടും നമ്മൾ കണക്കാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വയസ്സ് കണക്കാക്കാൻ പറഞ്ഞപ്പോ ഹിജ്റ വർഷമാണ് കണക്കാക്കാൻ പറഞ്ഞത്. ഹിജ്റ വർഷം. അപ്പൊ 30 വയസ്സായി 33 വയസ്സായി എന്ന് പറഞ്ഞാൽ 34 വയസ്സായി ഹിജ്റ വർഷത്തിനനുസരിച്ച്. ഹിജ്റ വർഷമാണ്. കാരണം മനുഷ്യന്റെ ഇബാദത്തും അള്ളാഹുമായുള്ള ബന്ധങ്ങളുമായി അതുമായി ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നത് ഈ ദിവസങ്ങളും മാസങ്ങളും ഒക്കെയാണ്. ഷഅബാൻ, റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഅബാൻ മാസമായാൽ കൂടുതൽ സുന്നത്ത് നോൽമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റമളാൻ കഴിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയധികം നോമ്പ് നോൽക്കുന്ന ഷഅബാനിനേക്കാളും നോമ്പ് നോറ്റിരുന്ന വേറൊരു ദിവസം ഞാൻ കണ്ടിട്ടില്ല. ആയിഷ ബീവിയാണല്ലോ വളരെ ചെറുപ്പം മുതൽ നബിയുടെ കൂടെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ രഹസ്യവും പരസ്യവുമായ ഘട്ടങ്ങളിൽ പ്രവാചകന്റെ സഹചാരിയായിരുന്നു മറ്റ് ഭാര്യമാരെക്കാളെല്ലാം മെൽക്കോളും. അവരാണ് പറയുന്നത് ഷഅബാനിനോളം അധികം നോമ്പ് വെച്ചിരുന്ന ദിവസം മറക്കണ്ടില്ല. അപ്പൊ എന്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ലല്ലോ ഷഅബാൻ, അത് റമളാനിന്റെ തൊട്ട് മുമ്പുള്ള ഒരു ദിവസം, മാസം എന്ന നിലക്ക് നമ്മുടെ ആ സാഹചര്യം, നമ്മുടെ ചുറ്റുപാടുകൾ, അവസരങ്ങൾ, ഒരു വിശ്വാസിയുടെ അവസരങ്ങളാണ്. നമുക്ക് ചിന്തിക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങളാണ് ഷഅബാൻ മാസമായി തീർന്നാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് പറഞ്ഞിരുന്നു, നമുക്ക് വിട്ടാനുള്ളതൊക്കെ വിട്ടുകൊള്ളി. ഒരുപാട് ആളുകൾ, നമ്മുടെ സഹോദരിമാര്, സ്ത്രീകള് നോമ്പ് നോറ്റ് വീട്ടാനുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതിന്റെ സമയം അതിക്രമിക്കുകയാണ്. ഒരു മാസം തന്നെ ഉള്ളൂ. ഷഅബാനിലേക്ക് ഇന്ന് പ്രവേശിക്കുകയോ അല്ലെങ്കിൽ നാളെ കടക്കാൻ പോവുകയോ ചെയ്യുന്നു. കൃത്യമായി മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തന്നെ ചെറിയ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഷഅബാൻ കടന്ന സ്ഥലങ്ങളും കടക്കാത്ത സ്ഥലങ്ങളും ഉണ്ട്. എന്താവട്ടെ, ഏതായിരുന്നാലും ഷഅബാനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഷഅബാനിനെ നമ്മളൊരു ജനുവരി മാസം കഴിഞ്ഞ് ഫെബ്രുവരി കടന്ന പോലെ അല്ലാതെ ഷഅബാൻ മാസത്തിൽ കടന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചിലതൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഗഫലത്തുണ്ടാവാൻ പാടില്ല. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫലത്തിൻ മുഅ്രിദൂൻ മാ യഅതീഹിം മിൻ ദിക്രിൻ മിൻ റബ്ബിഹിം മുഹ്ദസൻ ഇല്ല ഇസ്തമഅഹു വഹും യൽഅബൂൻ. അല്ലാഹു പറയുന്നതാണ്, ആളുകൾ എപ്പോഴും ഗഫലത്തിലായി ഇങ്ങനെ നിൽക്കുകയാണ്, അശ്രദ്ധമാണ്. ഇന്നിപ്പോ ഞാനെന്ത് ചെയ്തു, എന്ത് ചെയ്യാണ്ട്, എന്താ പ്രത്യേകത, ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണ്, ഈ വരും മാസത്തിന്റെ പ്രത്യേകത എന്താണ്? ആളുകൾക്ക് ഹിസാബ് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ വിചാരണയുടെ കണക്ക് നോട്ടത്തിന്റെ ദിവസം അടുത്തു നോക്കൊണ്ടേയിരിക്കുകയാണ് മനുഷ്യന്റെ ഹിസാബ്. ആ ഹിസാബ് നമുക്ക് എത്ര ഇനി അരിയറ് ബാക്കിയുണ്ടെന്നോ, അല്ലെങ്കിൽ നമുക്ക് എത്ര ഇനി കിട്ടാനുണ്ടെന്നോ, അല്ലെങ്കിൽ എത്ര കൊടുക്കാനുണ്ട് എന്നോ, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഭൗതികമായ ജീവിതത്തിന്റെ ഹിസാബല്ല. നമ്മൾ എന്തൊക്കെ അല്ലാഹുവിനോട് ചെയ്തു, എന്തൊക്കെ തെറ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൽ നിന്ന് നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ടോ, എന്തൊക്കെ നമ്മൾ ജനങ്ങളുമായിട്ടുള്ള ബാധ്യതയുണ്ട്, കുടുംബങ്ങളോട്, മാതാപിതാക്കളോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, എനിക്കിനി എന്തൊക്കെ ചെയ്തു കൂട്ടാനുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹിസാബ്. ആ ഹിസാബാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട നമ്മുടെ സാഹചര്യം, നമ്മുടെ അവസരങ്ങൾ മുതലെടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്. അത് അല്ലാഹു പറയുന്നത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ ആകുമ്പോഴേക്ക് റമളാൻ പൂർണ്ണമായി നോറ്റിരുന്ന പോലെ ഇല്ലെങ്കിൽ പോലും കൂടുതൽ നോമ്പ് നോറ്റുകൊണ്ടൊരു ഒരുക്കം, ഒരു സജ്ജീകരണം, അത് പ്രവാചകൻ തന്റെ സ്വന്തം നഫ്സിന് മാത്രമല്ല നമ്മൾക്കൊക്കെ കാണിച്ചു തരാനും കൂടിയാണ്. ഒരുങ്ങാൻ സമയമായി കേട്ടോ, ഒരുങ്ങാൻ സമയമായി. ഒരു പുണ്യ ദിവസം, പുണ്യമാസം, എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തമാകാൻ പറ്റുന്ന ഒരു മാസം ഒരുങ്ങാൻ സമയമായി. അപ്പൊ നമ്മൾ ചില ഒരുക്കങ്ങൾ, ഒന്നാമതായിട്ട് നമ്മൾ നോമ്പ് നോറ്റ് വീട്ടാനുള്ളത് വീട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇപ്പോ
മുലപ്പാൽ കൊടുക്കുന്ന കുട്ടികൾ, ഭാര്യ, ഉമ്മമാര്, അതുപോലെ തന്നെ വയോവൃദ്ധന്മാര്, ചില രോഗങ്ങൾ. ഒരിക്കലും നോമ്പ് നോറ്റ് എന്നെ കൊണ്ട് നോറ്റ് വീട്ടാൻ കഴിയില്ല. അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. വേറൊരാളോട് ഞാൻ എന്റെ നോമ്പ് നോറ്റ് വീട്ടാൻ മകനായ ബുദ്ധിമുട്ടാവൂലേ എന്നല്ല നമ്മൾ ചോദിക്കേണ്ടത്. നമുക്ക് എന്റെ ഒരു നോമ്പ് പൂർണ്ണമായി വൈകുന്നേരം വരെ നോൽക്കാൻ എനിക്ക് കഴിയില്ല, 5, 6, 10 നോമ്പുണ്ട്, എന്നെ കൊണ്ട് എന്റെ ശാരീരികാവസ്ഥക്ക് കഴിയില്ല എങ്കിൽ നോറ്റുവീട്ടാൻ കഴിയുമെങ്കിൽ അത് നോറ്റുവീട്ടണം. അപ്പൊ നമ്മൾ അന്ന് യാത്രക്കാരായി, സ്ത്രീകളൊക്കെ പ്രത്യേകിച്ചും ആർത്തവ സംബന്ധമായ കാരണങ്ങളാൽ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അത് നോറ്റുകൂട്ടണം. അതിന് സമയമാവും. അതല്ല, നോമ്പ് നോറ്റ് വീട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഒരു നോമ്പിന് മുത്തു കൊടുക്കുക എന്ന് പഴയ കാലത്ത് പറഞ്ഞ പോലെ പറഞ്ഞു വരാറുണ്ടല്ലോ. ഒരു നോമ്പിന് പാവങ്ങളായ ആളുകൾക്ക് നമ്മൾ അതിന്റെ പ്രായശ്ചിത്തം കൊടുക്കണം. അതൊരു മിസ്കീന്റെ ഭക്ഷണമാണ്. ആളുകൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു മിസ്കീന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതി. ആൾക്കൊരു മിസ്കീന്റെ ഭക്ഷണം കൊടുക്കുമ്പോൾ പിന്നെ അതിന്റെ ഒരു ഉറുപ്പ്യ കണ്ട് കുറഞ്ഞു കിട്ടാനുള്ള ഒരു ചോദ്യങ്ങളാണ് പലപ്പോഴും. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരിൽ നിന്ന് അവിടുന്ന് പറഞ്ഞത്, ഒരു അരസാഴ് എങ്കിലും ഒരു മിസ്കീന് കൊടുക്കണം. അരസാഴ് എന്ന് പറയുന്നത് ഒരു നേരത്തെ ഭക്ഷണം അല്ല എന്ന് ഉറപ്പാണ്. അരസാഴ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 1.5 കിലോ ഗോതമ്പ് അരിയൊക്കെ ആണെങ്കിൽ 1.5 കിലോ ആണ്. ഒരു നേരത്തെ ഒരു മിസ്കീന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ 1.5 കിലോ ഒരു മിസ്കീനും തിന്നൂല്ലോ. അപ്പൊ ഒരു മിസ്കീനിന്റെ ഒരു ദിവസത്തെ ഭക്ഷണമാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിൽ കൂടി തന്നെ നമുക്ക് പറഞ്ഞു തന്നത് താഴെ മിസ്കീന്റെ ഭക്ഷണം. നമ്മൾ ഈ ഭക്ഷണം എന്ന് കണക്കാക്കുമ്പോൾ നമ്മൾ രാവിലെയും പിന്നെ ഒരു 10 മണിക്കും പിന്നെ ഉച്ചക്കും പിന്നെ ഒരു വൈകുന്നേരം രാത്രിയും അടക്കമുള്ള 5 നേരത്തെ ഭക്ഷണം ആണ് നമ്മളുടെ മനസ്സിലുള്ളതെങ്കിലും ഖുർആൻ താമു മിസ്കീൻ അത് ഒരു അരസാഴ് എന്ന് പറയുന്നത് 1.5 കിലോ വരുന്ന നെല്ല്, ഗോതമ്പം, അരി, ഗോതമ്പം ഇതൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഒരു ദിവസത്തെ ഭക്ഷണം തന്നെയാണ്. ചില സഹാബിമാരെ മിസ്കീന്റെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. അത് 30 മിസ്കീന്മാരെ വീട്ടിലേക്ക് വിളിച്ചു കൂട്ടും. എന്നിട്ട് അവർക്ക് അന്നത്തെ പൂർണ്ണമായ നല്ല ഒരു ഭക്ഷണം കൊടുക്കും. അത് മതി ഒരു ദിവസത്തെ. ഒരു നല്ലൊരു ഭക്ഷണം കൊടുത്താൽ അത് മതി അയാൾക്ക് ഒരു ദിവസത്തെ ജീവിതത്തിന്. അന്നത്തെ ഭക്ഷണ രീതി അതായിരുന്നു. 30 ആൾക്ക് ഭക്ഷണം ഊട്ടിക്കൊടുക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊക്കെ വളരെ എളുപ്പമാണ്. നമ്മൾ കുറെ മുദ്ദ് എന്ന് പറഞ്ഞ കുറച്ച് അരി ഒരു മിസ്കീന് കൊടുത്താൽ പലപ്പോഴും അത് ഉണ്ടാക്കി തിന്നുക എന്നതിനേക്കാളും എളുപ്പം പാവപ്പെട്ട ഒരു വീട്ടിലേക്ക് അവർക്കൊരു 5 ആളുണ്ടെങ്കിൽ 5 ആൾക്ക് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കൽ, അതാണ് കൂടുതൽ പുണ്യം. അതല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് വീടുകളിലേക്ക് ഓർഡർ ചെയ്യുന്നത് പോലെ നല്ലൊരു ഭക്ഷണം ഓർഡർ ചെയ്ത് അവരെ സംതൃപ്തിയാക്കി വയറു നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുത്താൽ അത് മതി, എളുപ്പമാണ്. പക്ഷെ നമ്മളത് നിർവഹിക്കണം, കൊടുത്തു വീട്ടണം. അതിൽ ഉപേക്ഷ വന്നു കഴിഞ്ഞാൽ അത് കടമായി മാസങ്ങളോളം കൊല്ലങ്ങളോളം ആയുഷ്കാലം നോമ്പ് അള്ളാഹുവിന്റെ അടുക്കൽ കടമായി വന്നാൽ അള്ളാഹു അത് പൊറുക്കുകയില്ല. അതിന് മാത്രം അവസരം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. താഴ് മിസ്കിൻ ഒരു നോമ്പ് കഴിഞ്ഞാൽ പിറ്റത്തെ ഷഅബാൻ വരെ ആയിഷ റളിയല്ലാഹു അൻഹ ഒക്കെ പലപ്പോഴും നോറ്റ് വീട്ടിയിരുന്നത് ഷഅബാനിലായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണും. എന്തിനാണ് ഷഅബാനിൽ നോറ്റുവിട്ടത്? നിങ്ങളെന്ത് എത്ര താമസിച്ചു എന്ന് ചോദിച്ചപ്പോ അത് പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ ചുമലിലായിരുന്നു, നോമ്പെടുക്കാൻ കഴിയില്ല എന്ന് പറയും. എന്തെങ്കിലും ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവാം, ചിലപ്പോ ഭക്ഷണം ഉണ്ടാവില്ല, പട്ടിണിയായിരിക്കും. 2-3 മാസമൊക്കെ പട്ടിണി കിടന്ന കുടുംബമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബം. അപ്പൊ ഏതായിരുന്നാലും ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഒരുക്കം എന്ന് പറയുന്നത് അതാണ്. രണ്ടാമത്തെ കാര്യം, പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ ഈ നോമ്പാണ് സക്കാത്തിന്റെ ഒരു കാലമായി നമ്മൾ എണ്ണി വരാറ്. സക്കാത്തിന്റെ കാലം നോമ്പ് എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ ഇസ്ലാമിൽ ഒരു പഴുതുമില്ല. അതായത് സക്കാത്തിന്റെ കാലം എന്നാണ്. അത് അവനിപ്പോ ഒരു കച്ചവടക്കാരന്റെ സക്കാത്താണെങ്കിൽ എന്നാണോ അവന്റെ കച്ചവടം ആരംഭിച്ചത് അത് മുതൽ ഒരു വർഷം, ഒരു ഹൗല് തികയ 1 വർഷം കഴിയുമ്പോഴാണ് നോമ്പ് സക്കാത്ത്. റമദാനോ ശവ്വാലോ ദുൽഖഅദോ ദുൽഹജ്ജോ എന്നും ആവാം. പക്ഷെ നമ്മൾ കാലങ്ങളായി ചെയ്തു വരുന്ന ഒരു രീതി, ഒരു നാട്ടു നടപ്പ് നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ സക്കാത്തിന്റെ വിഷയത്തിൽ കൃത്യമായ കണക്കും കയ്യും
ഉണ്ടാക്കി സക്കാത്ത് ആർക്ക് കൊടുക്കണം, ആർക്കെങ്കിലും കണ്ട് കൊടുത്ത് ഒഴിവാക്കിയാൽ പോരാ. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്റെ കയ്യിൽ ഇത്രയും സക്കാത്ത് ഉണ്ട്, ആർക്കെങ്കിലും അവിടെ കൈമാറി കഴിഞ്ഞാൽ എന്റെ കടം വീടിയല്ലോ എന്ന് പറഞ്ഞാൽ പോരാ. അത് ഉത്തരവാദപ്പെട്ട സമൂഹത്തിൽ പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട്, കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഒരു വീടെടുക്കാൻ കഴിയാത്ത, വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിച്ചിട്ടും വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്, പല നിലക്കും ചികിത്സക്ക് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പൊ കൃത്യമായി സക്കാത്തിന്റെ ഒരു മുന്നൊരുക്കം, നമ്മളൊരു ചെറിയ കല്യാണം വീട്ടിലുണ്ടാവുകയാണെങ്കിൽ എത്ര മാസം മുമ്പ് മുന്നൊരുക്കം നടത്തുമല്ലോ. ഓരോന്നിനും നമ്മൾ മുന്നൊരുക്കം നടത്താറില്ലേ? നമ്മൾ റമദാനിന്റെ മുമ്പായിട്ട്, റമദാനാണ് നമ്മുടെ സക്കാത്തിന്റെ കാലമെങ്കിൽ നമ്മുടെ അവസരങ്ങളിൽ ഒരു മുന്നൊരുക്കം എന്ന നിലക്ക് കൃത്യമായ സക്കാത്ത് കണക്ക് കൂട്ടി അതിന്റെ വ്യക്തമായ രേഖകൾ ഉണ്ടാക്കി അത് ആർക്ക് കൊടുക്കണം, എവിടെ കൊടുക്കണം, അത് എങ്ങനെ കൊടുക്കണം, സംഘടിതമായിട്ടാണെങ്കിൽ ആ സംഘടിതമായി ഏത് രൂപത്തിൽ അത് എത്തും, അതൊക്കെ ആലോചിച്ച് അറിഞ്ഞുകൊണ്ട് കൃത്യമായ രൂപമുണ്ടാക്കേണ്ട സമയമാണ് ഇപ്പോൾ. ഗഫലത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഖുർആൻ 10-40ഓളം സ്ഥലങ്ങളിൽ മനുഷ്യന്റെ തെറ്റുകളെ പറ്റി പറഞ്ഞെടുത്ത് കാണാം. മനുഷ്യന് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, തക്കവല്ലാഞ്ഞിട്ടല്ല, ആഖിറത്തിനെ പറ്റിയുള്ള ബോധമില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ഒരു തരം അശ്രദ്ധയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അശ്രദ്ധയായിട്ട് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് എന്നാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ചില മരുന്നുകൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. മൻ ഖറഅ അശ്റ ആയാത്തിൻ ഫീ ലൈലത്തിൻ ലം യുക്തബ ലഹു ലം യുക്തബ മിനൽ ഗാഫിലീൻ. ഗഫലത്തില്ലാതെ അശ്രദ്ധ, അതായത് അവനവന്റെ സ്വന്തം പഠിച്ചവനുമായുള്ള ഉത്തരവാദിത്തത്തെ പറ്റിയുള്ള ഗഫലത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അത് ഞാൻ നിസ്കരിക്കാൻ മറന്നുപോയി, രാവിലെ നീക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ വല്ല ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മറന്നു, ആ ഒരു മറവി ദീനിന്റെ കാര്യത്തിൽ ഉണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ ഖറഅ അശ്റ ആയാത്തിൻ ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ 10 ആയത്ത് ഖുർആനിന്റെ ആയത്തുകൾ മനസ്സറിഞ്ഞ് നിങ്ങൾ പാരായണം ചെയ്യുക. വെറും അങ്ങനെ ഉറങ്ങി തൂങ്ങി ഓതിക്കളയലല്ല, ശരിക്കും വായിച്ചു ആശയം മനസ്സിലാക്കിക്കൊണ്ട് 10 ഖുർആൻ ആയത്ത് ഒരാൾ ഒരു രാത്രിയിൽ ഓതിയാൽ ലം യകും മിനൽ ഗാഫിലീൻ, അവൻ അശ്രദ്ധരുടെ കൂട്ടത്തിൽ പെടാൻ ഒരു സാധ്യതയില്ല. വമൻ ഖറഅ 100 ആയത്തിൽ, ഒരാൾ ഒരു രാത്രിയിൽ 100 ആയത്ത് ഖുർആനിന്റെ 100 ആയത്തുകൾ ഓതിയാൽ യുക്തബു മിനൽ ഖാനിതീൻ, അള്ളാഹുവിന്റെ മലക്കുകളുടെ കൂട്ടത്തിൽ, ഖാനിതീങ്ങളുടെ കൂട്ടത്തിൽ അവൻ രേഖപ്പെടുത്തപ്പെടും, അവൻ കണക്ക് കൂട്ടപ്പെടും. അപ്പൊ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക പ്രാർത്ഥിച്ചുകൊണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും അള്ളാഹുവിലേക്ക് അടുക്കുക എന്നത് തന്നെയാണ് ഗഫലത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. പല നിലക്കുള്ള ഗഫലത്ത്, നമസ്കാരത്തിൽ ഗഫലത്താണ്, നമുക്കൊക്കെ വരുന്നു. നമസ്കാരത്തിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഗഫലത്ത്, എന്നാൽ അത് ആർക്കും ബുദ്ധിമുട്ടില്ല. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഗഫലത്ത്, എന്തെല്ലാം പ്രയാസങ്ങൾ, എത്രയാളുകളുടെ മരണത്തിനും രോഗത്തിനും കാരണമാക്കുന്നുണ്ട്. നമ്മളെ ഭക്ഷ്യക്രമങ്ങളിൽ ഗഫലത്ത്, അശ്രദ്ധ, എന്നിട്ട് അതുകൊണ്ട് എത്ര രോഗത്തിന് നമ്മൾ കാരണമാകുന്നുണ്ട്. പഠിക്കുന്ന കുട്ടികള് പഠിക്കേണ്ട സമയത്ത് അശ്രദ്ധമായി നടക്കും, അവസാനം പരീക്ഷ മുമ്പിലെത്തുമ്പോ പറ്റിച്ചല്ലോ എന്നൊരു തോന്നൽ. എല്ലാ രംഗത്തും ഈ തരത്തിലുള്ള ഗഫലത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് നമ്മൾ കൃത്യമായും നല്ല ഒരു മാർഗത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം. അതാണ് പരിസരബോധം എന്ന് പറയുന്നത്. അതാണ് നമ്മളെ മുസ്ലിമീങ്ങളുടെ പരിസരം ഈ പറഞ്ഞ ഷഅബാനാണ്. നമ്മൾ ബാക്കിയുള്ള എല്ലാ പരിസരബോധവും നമ്മൾ നിലനിർത്തുന്നതോടൊപ്പം നമ്മുടെ ഒരു പരിസരം എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഷഅബാനിലേക്ക് കടന്നിട്ടുണ്ട്. റമദാനിന്റെ ഒരു ഒരുക്കമാണ്. പഴയ കാലങ്ങളിലൊക്കെ കാരണവന്മാര് എന്തൊക്കെയായിരുന്നാലും റമദാനിന് ചില നനക്കലും കുളിക്കലും വീട് തേച്ച് മിനുക്കി കഴുകിക്കളയലും അങ്ങനെയൊക്കെ ഒരുക്കെങ്കിലും ഉണ്ടായിരുന്നു. മനസ്സിലും അവർക്കൊരു പക്ഷേ ഒരുക്കമുണ്ടാവാം. എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ ഒഴിവായി നമ്മളൊരു തരം റുട്ടീൻ ജീവിതം, ഒന്നിന്റെയും പറ്റി ഉത്തരവാദിത്തമില്ലാത്ത ജീവിതമായി തീരരുത് സഹോദരങ്ങളെ. പരിസരബോധത്തോടുകൂടി അള്ളാഹു എന്തെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ പുതിയതായി കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസം മാറി വരുമ്പോൾ നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാനുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഒരു വിശ്വാസിയായി ജീവിക്കുക. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. സഹോദരങ്ങളെ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഇല്ലൽ ഗഫലത ഹിജാബുൻ അളീം. ഈ അശ്രദ്ധ എന്ന് പറയുന്നത് ഹിജാബുൻ അളീം, അതൊരു വലിയ മറയാണ്, മനുഷ്യന്റെ മുമ്പിൽ വന്ന ഒരു മറയാണ്. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാതെ എന്റെ ഫോണിലാണ്ട് ആയി, അല്ലെങ്കിൽ ഞാൻ ഫോണിൽ ഇങ്ങനെ നോക്കി നോക്കി പിന്നെ നേരം പോയി, അതിന് ഓരോന്നിനും ഓരോ ഗഫലത്തുകൾ, സമയമുണ്ടല്ലോ എന്നുള്ള ഗഫലത്ത്. ഇബ്നുൽ ഖയ്യിം പറയാണ്, ഇന്നൽ ഗഫലത ഹിജാബുൻ അളീം, ഒരു വലിയ മറയാണ് ഗഫലത്ത്. അലൽ ഖൽബി, ഹൃദയത്തിന് ഹൃദയത്തിന്റെ മുമ്പിൽ ഒരു മറയിടുകയാണ് ഗഫലത്ത് എന്ന് പറയുന്നത്. യഹൂലു ബൈനൽ ആഖിലി വബൈന റബ്ബി വബൈനൽ ഗാഫിലി വബൈന റബ്ബിഹി, റബ്ബിന്റെയും അശ്രദ്ധമായി ജീവിക്കുന്നവന്റെയും ഇടയിൽ ഒരു മറ മാത്രമാണ്, മറയാണ് ഗഫലത്ത്. വയലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അള്ളാഹും റസൂലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനാദ്യം നിങ്ങൾ ഉത്തരം ചെയ്യണം. നമ്മളെല്ലാത്തിനും നമുക്ക് പോകേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്, വിളി കേൾക്കേണ്ടതുണ്ട്. പടച്ചവന്റെ വിളിക്ക് ആദ്യം നമ്മൾ വിളി കേൾക്കണം. വയലമു അർത്ഥവത്തായ ഒരു ജീവിതം, അതിലേക്കാണ് അള്ളയും റസൂലുകൾ ക്ഷണിക്കുന്നത്. ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് ജീവിതമുണ്ട്, സുഖമുണ്ട്, സൗകര്യമുണ്ട്. പക്ഷെ ആത്യന്തികമായി യഥാർത്ഥ അർത്ഥമുള്ള ജീവിതം അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജീവിതമാണ്. അതിന് നിങ്ങൾ ഉത്തരം നൽകണം. വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി, ഒരു മനുഷ്യന്റെയും അവന്റെ ഹൃദയത്തിന്റെയും ഇടയിൽ അള്ളാഹു തആല മറയിടും എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. എന്നിട്ടോ അള്ളാഹു തആല ആ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ആ ഒരു മറയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എനിക്കെന്താണ് എന്നുള്ളത്, എന്താണ് ഇന്നത്തെ ഉത്തരവാദിത്വം എന്ന്, എന്റെ റബ്ബുമായിട്ട് എന്താണ് എനിക്ക് ചെയ്തു തീർക്കാനുള്ളത് എന്ന ആ ഒരു ധാരണയോടുകൂടി ജീവിക്കണം പറഞ്ഞു വന്നത്. ഒരു സാഹചര്യം, ഒരു മോചിതത്വം, അതുപോലെ നമസ്കാരം ഫർളാക്കിയ റജബ് കഴിയുമ്പോൾ അതിനേക്കാളും വലിയ മറ്റൊരു സാഹചര്യത്തിലേക്ക് വിശ്വാസികൾ കടന്നപ്പോൾ ആ മാസത്തെ നമ്മൾ പരിഗണിക്കുകയും നമസ്കാരങ്ങൾ, നോമ്പ് ഇതൊഴിച്ചുവിട്ടാനുള്ളത്, പുതിയ ഒരു ജീവിതത്തിന് വേണ്ടി തുടക്കം കുറിക്കാനുള്ള ഒരു ഒരുക്കം നമ്മൾ ജീവിതത്തിൽ നടത്തണം. അതാണ് ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം നോമ്പ് നോറ്റ ഒരു മാസത്തിലാണ് നമ്മൾ കടന്നിട്ടുള്ളത് എന്ന ബോധം വിശ്വാസികളാരും മറക്കരുത്. അള്ളാഹു ആ ശരിയായ ബോധത്തോടുകൂടി അശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തആല പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ആളുകൾക്ക് അള്ളാഹു തആല ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ പണ്ഡിതന്മാരും സാധാരണക്കാരും ഒക്കെ ആയിട്ടുള്ള സഹോദരന്മാർക്ക് അള്ളാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وغفر للمؤمنين والمؤمنات برحمتك يا أرحم الراحمين. സഹോദരങ്ങളെ, ഈ റിലീഫിന് വേണ്ടി നമ്മൾ സഹായിക്കുന്ന ദിവസമാണ്. നിങ്ങളെല്ലാവരും റിലീഫ് സഹായം നൽകണമെന്ന് പ്രത്യേകമായി